എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നോക്കിയപ്പം ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്തു. അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്കൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് കടന്നാലോ? റിയാക്ഷൻ വീഡിയോയിൽ കടക്കുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യമുണ്ട്, തട്ടൊന്ന് ഇട്ടോട്ടെ. റിയാക്ഷൻ വീഡിയോ മാത്രമല്ല, ഒരു ഇമിറ്റേറ്റ് വീഡിയോയും കൂടിയാണ്. തട്ടട്ടെ. അപ്പം നമുക്ക് ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും യാദൃശികമാണെന്ന് പറയാം. പണ്ടൊരിക്കൽ തെരുത്താത്ത പറഞ്ഞതിൻ്റെ അതിൽ നുള്ളിയെ പിച്ചിയെന്ന് പറഞ്ഞിട്ട് പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ നിൽക്കരുതേ. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഹായ്, നമസ്കാരം. ആളെ എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ഇനി അമ്മശ്കിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് നമുക്ക് കേട്ടേക്കാം. ഓക്കെ? ഓ, സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ കണ്ണന്റെ രാധയില്ലേ, രാധാദേവി, ദേവിയുടെ വിശേഷം കേൾക്കണം നിങ്ങൾക്ക്? അല്ല അമ്മക്കേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ കണ്ണൻ്റെ രാധാദേവി ദേവിയുടെ വിശേഷം കേൾക്കണമെന്ന് ചോദിക്കാൻ നിനക്കെന്തുവാടി ഈ കണ്ണനോടും രാധനോടും ഇത്ര ഒരു ദേഷ്യം? നീയൊക്കെയാണോടി മതേതരത്വം സംസാരിക്കുന്നത്? ഒരാളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും അവഹേളിക്കുന്നത് ശരിയല്ല മൊയന്തു. എന്തോ ആയിടട്ടെ, മൊയന്തൊക്കെ എന്താ പറയാനുള്ളതെന്നും കൂടി കേൾക്കുക. അതിൻ്റെ മുമ്പ് മൊയന്ത തമ്പ്ലൈനിട്ട് ഞാൻ വായിച്ചേരെ. ഒരു ബീബി, പേര് ഞാൻ പറയുന്നില്ല, മകൻ സ്ത്രീലമ്പടനോ നോ നോ ഒരു പാവം വീട്ടമ്മയോട് ചെയ്തത് കണ്ടോ? യാരെന്താ വീട്ടമ്മ പുരിയലേ? എന്തോ ആവട്ടെ. കണ്ണന്റെ രാധയോട് ഈ പയ്യൻ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ കേട്ടു നോക്കി നേരാണോ അല്ലേ? തെരിയമ്മൂമ്മ വരൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ തെരിയമ്മൂമ്മ വന്നില്ല ഗൈസ്. അവരുടെ മോന്റെ പ്രണയം കയ്യോടെ പൊക്കിയത് കൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും വിഷയം. പക്ഷെ എനിക്ക് അച്ഛനോട് പ്രണയമൊന്നുമില്ല കേട്ടോ. എന്ത് മന്ദബുദ്ധി പോലത്തെ ഒരു ചെക്കനെ നമ്മളൊക്കെ ആര് പ്രേമിക്കാനാ? അവരുടെ നാട്ടിലുള്ള അടിപൊളി ചെക്കന്മാരുണ്ടാകുമ്പോൾ ആ മോന്തനെ പോലുള്ള ചെക്കൻ എനിക്ക് പ്രേമിക്കേണ്ട അവസ്ഥ വരുമോ? പക്ഷെ ചെക്കൻ ഞാനില്ലാതെ ചത്താളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താക്കാനാ? വല്ലാത്തൊരു ഗതികേട് തന്നെ കേട്ടോ. കൽപ്പന ഒരു സിനിമയിൽ പറയുന്നില്ലേ, ഈശ്വര പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേന്ന്? ആ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ. സൗന്ദര്യം ശാപമായി നിൽക്കുക. ആ ചെക്കൻ നിങ്ങൾ കണ്ടില്ലേ? ആ തള്ളച്ചിറ ഓൺലൈനിൽ നിങ്ങൾ കാണലില്ലേ? ഒരു മൊയന്ത പോലത്തെ ഒരു സാധനം. പൈപ്പിലും വെള്ളമല്ല, കണ്ണിലും വെള്ളമല്ല, കുടിക്കാൻ പൈപ്പിലും വെള്ളമല്ല. എടി, മറ്റേ പ്രധാനമന്ത്രിയുടെ പൈപ്പ് വെള്ളം അങ്ങോട്ട് എത്തിയില്ല. ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ മച്ചാനുമാണ്. അപ്പോൾ ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുത്തിരിന് കരയടി. ഷെഫീന ബീവിന്റെ മോന് ഇവളെ പ്രപ്പോസ് ചെയ്യാൻ പോയത്. നാട്ടിലുള്ള എന്താ പറയാ ആണുങ്ങളെ ലിസ്റ്റൊക്കെ തീർന്നു തോന്നുന്നുണ്ട്. ഇവളെ പീഡിപ്പിക്കാൻ വന്ന ആൾക്കാരുടെ എന്താ പറയാ ഇവളുടെ നാട്ടിലുള്ള ആണുങ്ങളുടെ ലിസ്റ്റൊക്കെ തീർന്നു തോന്നുന്നുണ്ട്. ഇവള് പീഡന കേസിൽ പരാതി കൊടുത്ത് ഇവളെ അതിൽ 100 ആൾക്കാർ കയറി പീഡിപ്പിച്ചു എന്നൊക്കെയാ പറയുന്നത്. എടി, 100 99 ഉള്ളൂ. അതിൽ ആദ്യത്തേത് നിന്റെ തന്തയായിരുന്നു, അസംഗോയ. അറിയില്ല? ഓ, നിന്റെ തന്തയുടെ പേര് നിലവിൽ അങ്ങനെയല്ലല്ലോ. അതായത് നിന്റെ ഉമ്മ അടുക്കളവാതിൽ തുറന്നു കൊടുത്തിട്ട് നിന്റെ തന്ത എന്ന് പറയുന്ന ഒരു വ്യക്തി കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പേര് അസംഗോയ എന്നാണ്. പക്ഷെ നീ വിളിക്കുന്നത് വേറെ വാപ്പാനെയാണ്. അതറിയത്തില്ല കൊച്ചേ? ഇവളുടെ നാട്ടിലുള്ള ആണുങ്ങളുടെ എണ്ണം കഴിഞ്ഞത് കൊണ്ടായിരിക്കും ഇനിയിപ്പോ മണ്ടയ്ക്ക് ഈ തെരിത്തള്ളൻ്റെ മോനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? താത്തയായിട്ട് നല്ല ടൈപ്പിലാണ്. താത്തയുടെ പണ്ടത്തെ ശീലാമ്മ കളിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം താത്തക്ക് നന്നായിട്ട് ചെക്കനായിട്ട്. അതാ എനിക്കും ചോദിക്കാനുള്ളത്. നാണുണ്ടോ? ഓനെ വിളിച്ച് കയറ്റി ഇങ്ങനെയൊക്കെ കളിച്ച് ശീലാമ്മ പറയും പോലെ പറഞ്ഞിട്ട്
നിനക്കത് കുളിര് കോരുന്നുണ്ടല്ലേ? തോന്നും. അതുകൊണ്ടിരിക്കുന്ന ഇവളെ സപ്പോർട്ട് ചെയ്യാൻ തലയിലേക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗതികേടൊന്നും ആലോചിച്ചിട്ട് ഷെഫീന ബീവിന്റെ മോനിക്ക് എന്തിനാണ് ഇവളെ ഷെഫീന ബീവി ആ തെറിത്തള്ളയുടെ മോന് എന്നെ എന്തിനെങ്കിലും ആവശ്യമൊന്നുമില്ല എന്ന് നിനക്ക് ഇത്ര ഉറപ്പ് പറയണമെങ്കിൽ എന്തുവാ? നീ അവനും തമ്മിൽ കണക്ഷൻ ഇല്ലേടി കൊച്ചേ. നിന്റെ ഈ പരുങ്ങലും നിന്റെ ആ ഒരു തൃപ്തി അടങ്ങിയ സംസാരവും കണ്ടാൽ തന്നെ അറിയാം നിന്റെ തൃപ്തി നല്ലോണം ഓൻ അടക്കി തന്നിട്ടുണ്ട് എന്ന്. എന്നാത്തിനാണ് കൊച്ചേ അതൊക്കെ ഇത്ര പബ്ലിക്കായിട്ട് വന്ന് പറയുന്നത്? നമ്മളൊരാൾ നമ്മളടുത്ത് തെളിവ് സഹിതമുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് വാദിക്കാൻ വരുമ്പം തന്നെ മനസ്സിലാവൂലേ നീ അടുക്കളവാതിൽ പല പ്രാവശ്യം അവന് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന്. വല്ലാത്തൊരു കഷ്ടം തന്നെ. ബാക്കിയോടും കേൾക്കാം. വീടിന്റെ അയലത്തേക്ക് കേട്ടാൻ കൊള്ളോ ഈ ഒരു ചക്കനെ? ഇവളുടെ വിചാരം എന്താ? ഇവള് ലോകസുന്ദരിയാണ് അവള് വിചാരിച്ചിരിക്കുന്നത് അല്ലേ? ശരിക്കും ഒന്ന് കണ്ണാടിയിൽ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് മേക്കപ്പ് ഒന്നും ഉണ്ടാകാതെ കണ്ണാടിയിൽ എടി മൊണ്ണേ, ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ എനിക്കുണ്ട് താനും. നിനക്ക് എത്ര കൊച്ചേ? 2K. എനിക്ക് എത്ര ഫോളോവേഴ്സ് കൊച്ചേ? 40,000. അപ്പം തന്നെ മനസ്സിലാവൂലേ ഇച്ചാണോ ഞാനാണോ മൊഞ്ചത്തി എന്നുള്ളത്? എടി ഈ ഫോളോവേഴ്സ് നോക്കിയിട്ടാണ് നമ്മളൊരാൾ മൊഞ്ചത്തിയാണോ അല്ലയോ എന്ന് പറയണ്ടേ? പോത്ത് കാറുന്ന പോലത്തെ നിൻ്റെ മോന്ത കണ്ടിട്ട് 2000 ആൾക്കാരാണ് അപ്പം നിൻ്റെ കൂടെ കൂടിയത്. അതും തരക്കേടില്ലാത്ത എൻ്റെ കൂടെ 40,000 ആൾക്കാരും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവൂലേ ഇച്ചാണോ ഞാനാണോ മൊഞ്ചത്തിന്ന്? തീർന്ന പ്രശ്നമേ ഇവക്കുള്ളൂ. ഈ പറയുന്നത് നമ്മുടെ ലോകസുന്ദരികളാണ് എന്നൊന്നല്ല കേട്ടോ, നമ്മളെങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റണ്ടേ നമുക്ക്? അല്ലടി മൊണ്ണ പോലത്തെ തള്ളേ, പശുവിന് വാ തുറന്നതിന്റെ മാതിരത്തെ മൊണ്ണ പോലത്തെ തള്ളേ, നിനക്കെന്താടി രാധനോട് ഇത്ര ദേഷ്യം? നീ എന്തിനാടി ഈ രാധാദേവിനെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്? നിനക്കൊക്കെ നിന്റെയൊക്കെ മതത്ത് പിടിച്ചിട്ട് ആരെങ്കിലും ഒരാളെ പറയുമ്പോൾക്ക് പൊങ്ങിപ്പോരുകയല്ല നീയൊക്കെ. ഈ രാധയായാലും രാഘവനായാലും എന്ന് പറയാൻ നിനക്ക് എന്താടി രാധാദേവിനോട് ഇത്ര ദേഷ്യം? നീ എന്തിനാടി മതം വെച്ചിട്ട് കളിക്കുന്നത്? നിനക്ക് ഒരാളെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലും അവഹേളിക്കാതെങ്കിലും നിന്നൂടെ? എന്നിട്ട് മതസൗഹാർദ്ദവും പറഞ്ഞിട്ട് വരൂ. നിന്റെയൊക്കെ മതത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ നീ ഇപ്പോൾ കടകടാൻ പറഞ്ഞു ഇതാകുമല്ലോ. ഓള് രാധയായോ രാഘവനായോ? ആദ്യം സംസാരം ശ്രദ്ധിക്കുക. പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇതേപോലെ യൂട്യൂബ് പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തെങ്കിലും കുറയ്ക്കുന്ന സമയത്ത് മിനിമം അതിനെന്തെങ്കിലും ഒരു എവിഡൻസ് കാണിക്കാം. എടി ഞാൻ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ എവിഡൻസ് എനിക്കുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇല്ലാവചനാണ് പറഞ്ഞതെങ്കിൽ നിന്റെ മറ്റേ ലെവനുണ്ടല്ലോ ആ കാമുകൻ്റെ തള്ള എന്തേ ഇവിടെ ചോദിക്കാൻ വരാത്തത്? എല്ലായിടത്തും പോയി ചോദിക്കുന്നതാണല്ലോ. പോലീസ് സ്റ്റേഷൻ പോലും പ്രശ്നമില്ലാത്ത തള്ളച്ചിയാണല്ലോ. പിന്നെ എന്തേ ഞാനൊരു കള്ളത്തരാണ് പറഞ്ഞതെങ്കിൽ എൻ്റെ നേർക്ക് വന്ന് ചോദിക്കാത്തത്? അതിനുള്ള ഉത്തരം തരാൻ പറ്റുമോ ചാച്ചിക്ക്? എന്നിട്ട് ആരോടാ കളിക്കുന്നതെന്നും കൂടെ ഒന്ന് ആലോചിക്കണം. അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവര് ക്ഷമിക്കും. പക്ഷെ അവരുടെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാല് മോളെ വിവരം അറിയാം മോളെ. അയ്യോടാ, അത് ഏതാ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. രണ്ടുപേരും അതിന്റെ ഷെബീന ബീവി നോക്കിക്കുന്നത് എണ്ണി എഴുതി വെക്കാം. ഷെബീന ബീവി അവർക്ക് അവരുടെ ജീവനും ജീവിതവും എല്ലാം അവരുടെ മക്കളാണ്. അല്ല മൊണ്ണെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തെറിത്തള്ളക്ക് അവൻ്റെ ജീവനും ജീവിതവും മക്കളാണ് എന്ന് പറയുന്നത് നിനക്കാരാടി? തെറിത്തള്ളൻ്റെ മോനോ? നീ എന്താ കണ്ട അംസക്കും കോയക്കും വേണ്ടിയിട്ടാണോടാ ജീവിക്കുന്നത്? പിന്നെ നിന്റെ തള്ള ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്? കണാരനും ദിവാകരനും വേണ്ടിയിട്ടോ? ഈ തെറിത്തള്ള മാത്രം എന്താ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു? ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ളവർക്ക് ജീവിക്കുന്നത്? നീ കണാരനും രാഘവനൊക്കെ നിന്റെ തള്ള നിന്നും എടുത്തിട്ടാണോ? നിന്റെ തള്ള നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ജീവിച്ച്? നീ നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്? പിന്നെ ഈ തെറിത്തള്ളൻ്റെ മാത്രം എന്താ നിനക്ക് ഇത്ര പ്രത്യേകത? നന്നായിട്ട് കാച്ചി തന്നിട്ടുണ്ടല്ലേ. ആ കാച്ചിക്കുറുക്കിയ പാലാണല്ലോ നീ ഇങ്ങനെ കളിക്കുന്നത്. മനസ്സിലായി. അത് നിങ്ങളാ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്കൊക്കെ എന്തും പറയാം എന്നുണ്ടെങ്കിൽ ഷെഫീന ബീവി അവരുടെ മക്കളെ ഏത് രീതിയിലാണ് കൊണ്ടുനടക്കുന്നത് നമുക്കൊക്കെ അറിയാം. അവരുമായിട്ട് പേഴ്സണലായിട്ട് അതാ ഞാൻ ചോദിക്കുന്നത്. ഈ തെറിത്തള്ളയുടേത് മാത്രത്തെ വലിയ കാര്യമോ?
നീ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഒന്ന് പറ. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? അപ്പുറത്തെ വീട്ടിലുള്ളവനും ഈ തെരുത്തള്ളൻ്റെ മോനും വേണ്ടിയിട്ട്. ഇവക്ക് മാത്രം എന്താ പ്രത്യേകത? എടി, ഒരമ്മയായാൽ ഏതൊരമ്മയും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുക, നിന്നെ നിന്റെ തള്ളനെ ഒഴികെ. കേട്ടോ? അടുപ്പുള്ള ആൾക്കാർക്കും അവരെ ആ രീതിയിൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം അവരുടെ മക്കളെ എത്രത്തോളം വാല്യൂ ആയിട്ടാണ് കാണുന്നത് എന്ന്. അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവനേക്കാളും ജീവിതത്തെക്കാളും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ആ മക്കൾക്കാണ്. അവര് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അത് നീ വന്ന് എന്തെങ്കിലും കുറച്ചത് കൊണ്ടോ? ഇപ്പൊ ആരാ കുറച്ചത്? എടി, മറ്റുള്ളവർ കുരയ്ക്കുന്നെന്ന് പറയുമ്പോ സ്വന്തമായിട്ട് കുരയ്ക്കാതെങ്കിലും നോക്കടി. കഷ്ടം തന്നെ. ഷെഫീന ബീബി എന്താക്കൂല, നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കും. നീ ഷെഫീന ബീബിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അയ്യോ ക്ഷമിച്ചേ, പക്ഷെ അവരുടെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മോളെ തെറിത്തള്ളക്കാരുടെ മക്കളെയും പറയാ. അവരുടെ മക്കളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളി. ആ തള്ളക്ക് ഇതേപോലെ പൊള്ളി ഞാൻ കണ്ടില്ല. മൂത്തവനോ ഇളയവനോ ഏതായാലും കച്ചിക്കുറുക്കി വെച്ച പാല് സൂപ്പറാ. കണ്ടറിയണം ഇനി എന്താന്നുള്ള അവസ്ഥ എന്നുള്ളത്. ഞാൻ കണ്ടറിഞ്ഞോളാം. ഞാൻ പറഞ്ഞത് മിനിമം ഈ പയ്യനൊക്കെ മെസ്സേജ് അയച്ചോ കോൾ ചെയ്തോ അതിൽ നിന്റെ വീട്ടിൽ വന്നതിന് എന്തെങ്കിലും റെക്കോർഡ് നീ പുറത്ത് വിടാം. ഞാൻ പറഞ്ഞല്ലോ, തെറിത്തള്ള എൻ്റെ വീടിക്ക് പടിക്ക് വന്ന ഓക്ക് കൊടുത്ത ഭീഷണിയാണ് ഞാനത്. ആ സ്പോട്ടിന് ഞാൻ പുറത്ത് വിടുന്നു. എന്തേ എൻ്റെ വീടിൻ്റെ പരിസരത്ത് വരാത്തത്? അങ്ങനെ ഒരു തെളിവില്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് എൻ്റെ വീടിൻ്റെ പരിസരത്ത് വരുന്നില്ല മോളെ? അതെന്താ കുഞ്ഞ് നീ ആലോചിക്കാത്ത? എടി, ഓന് കിടന്നു കൊടുക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ആലോചിക്കണോ? ഓന് നിന്നെയും വാരി. എന്നിട്ട് നീ പറയും, അപ്പൊ നമ്മളത് കേൾക്കാം. അല്ലാതെ ഓരോരുത്തർ ഈ റോഡുമ്മ കൂടെ പോകുന്ന പട്ടികളെ കുറയ്ക്കണം കൊരേന്റെ ഒരു വില പോലും. നിന്റെ ഈ റോട്ടുമ്മക്കൂടി പോകുന്ന പട്ടി കുറയ്ക്കുന്ന ഇനി വെറുതെ നിസ്സാരമായിട്ട് കണക്കാക്കണ്ട. ചിലപ്പോ കടിച്ചങ്ങ് കീറിക്കാളൂ. വീഡിയോസിലൊന്നും ആരും തരും എന്ന് നീ ആരുടെ ബലത്തിലാണ് ഷെഫീനെ ചൊറിയാൻ പോകുന്നത് എന്നേ കാണാൻ നമുക്ക്. നിന്റെ ബാപ്പയുടെ ബലത്തില് ചൊറിയണത് എന്നും ആരെ കണ്ടിട്ടാ നീ തിളക്കണത് എന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ അവരൊന്നും കാലാകാലം നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. നിനക്ക് എന്തെങ്കിലും എടി മൊണ്ണെ, നിന്റെ കൂടെ തെരുത്താത്ത കലാകാലോ അല്ലെ തെരുത്താത്തന്റെ മോനി കലാകാലം ഉണ്ടാവും നിനക്ക് ഉറപ്പുണ്ടോടെ? കെട്ടിയോന് ഉപേക്ഷിച്ചു പോയപ്പോ ഒരാശ്വാസം അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് അറിയാം. വരുന്ന സമയത്ത് എല്ലാവരും നിന്നെ ഇട്ടിട്ട് ഓടുന്നത് നീ നോക്കിക്കും. നിനക്ക് എന്തെങ്കിലും വന്നാൽ നീ ഷെഫീന ബീബിനെ അവരുടെ ഫാമിലിനെയും ബാക്കിയുള്ളവരെയും കയറി ചൊറിഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അനുഭവിക്കാൻ പോണ ഒറ്റയ്ക്ക് എന്നാലും ഇവിടെ തൊലിക്കട്ടി അപാരം തന്നെയാണോ? ചുള്ളിൽ ഒരു അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു പയ്യനെ ഒരു പുളിങ്കൊമ്പ് കൊണ്ട് അടിച്ചെടുക്കും. എന്നാലും ഈ പയ്യനെ പറ്റി പറയുമ്പോ ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കാത്തത് എന്താണെന്നും കൂടിയോ ഈ മോളോട് പറഞ്ഞു തരാം. യൂട്യൂബ് തുടങ്ങി തന്ന സമയത്ത് കാരണവന്മാരാരും പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് വെച്ചാൽ സ്ട്രൈക്ക് കിട്ടുമെന്നുള്ളത്? നിനക്കുള്ളൊരു പൊൻപണം ഞാൻ തരും. യൂട്യൂബ് പെട്ടിയിലാക്കുന്ന വഴി ഞാൻ ഉണ്ടാക്കി തരും. അതറിയത്തില്ലേ കൊച്ചേ? ഓരോരുത്തരുടെ വീഡിയോ എടുത്തിട്ടും ഓരോരുത്തരുടെ പേര് മെൻഷൻ ചെയ്യും. ഞാൻ നിനക്ക് തരുന്നൊരു ടിപ്പാണ്. നിനക്കുള്ള പൊൻപണം ഞാൻ തന്നെ തരും കിട്ടാ. അച്ചോടാ ഇവിടെ മുറല്ലടി. എനിക്കൊരു സംശയം, ഏത് ഭാഷയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാം? കാരണം ആ കുട്ടിക്ക് മലയാളം അത്ര ഭാഷയില്ല. നീ ഏത് ഭാഷയല്ല ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തത്? അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? നിന്റെ സന്തോഷം കണ്ടാൽ മനസ്സിലാവും. ഇംഗ്ലീഷ് അറിയുന്നത് അവനോട് സംസാരിക്കാൻ പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? നാട്ടിൽ വേറെ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടാ? ഇവള് സോറി ഈ പയ്യനെ ഇവളുടെ പുറത്ത് നടത്താൻ കോഴിക്കോട് ആ കുട്ടി പോകുന്നില്ല. അത്ര ഇവളെ കണ്ടിട്ട് ഇവള് മറ്റേ കാന്തമാണല്ലോ ഇങ്ങനെ പിടിച്ചു വലിക്കാൻ വേണ്ടിട്ട്. എന്തായാലും വല്ലാത്തൊരു ആരിഫിനെയും ജാമിദാനെയും കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഇവളി കിടന്ന് തിളക്കുന്നത് ആർക്കും അറിയാത്ത. അയ്യോടാ
എന്തായാലും അവരൊക്കെ അവരുടെ മൂട്ടിൽ എനിക്ക് മാസാമാസം റേഷൻ തരുന്നത് ഇനി പറഞ്ഞ ജാമിതയും ആരിഫുമാണ്. അപ്പം ഞാൻ അതിന് കൂറ് കാണിക്കണ്ടേ? അത് നിനക്ക് മനസ്സിലായോ? എൻ്റെ റേഷൻ കാർഡ് തന്നെ ഇവരുടെ പേരില്ല. അറിയില്ലായിരുന്നു. പൊടി തട്ടി പോകുമ്പോ കാണാൻ പോണ പാവം. എന്ത് പറയാനുണ്ട്? തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർ ഓരോന്ന് കാട്ടിക്കൂട്ടും. നമ്മൾ എന്ത് പറയാനാ? അത് തന്നെ ഞാനും വിചാരിക്കുന്നത്. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓ അറിയാലോ നമുക്ക് അറിയാം. എന്താ പറയാനുള്ളത്. ഭയങ്കര രസം, ഭയങ്കര കോമഡി ആയിരിക്കും കമന്റ് ബോക്സ് ഒക്കെ. എല്ലാരും കമന്റ് ചെയ്യണേ. ഓ ചെയ്യാവേ. അപ്പൊ ശരി എന്നാ ഇനി അപ്പൊ ശരിയെന്നാ, വേറൊന്നും ഇല്ലാട്ടോ. അപ്പൊ ശരിയേ. അതായത് അവന് തെരിത്തള്ളൻ്റെ മോന് എന്നെ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ അവനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരും ഇതിനും കമൻ്റ് ഇടണേ. നുള്ളി പറിച്ചെന്ന് പറഞ്ഞിട്ട് പോയി കേസ് കൊടുക്കൂട്ടോ. ടാറ്റാ.